ബോൾ എന്ന് പറയുന്ന ഗെയിം കളിക്കാട്ടോ. മിന്നുന്റെ കയ്യിലെ ബോൾ മിന്നു ഔട്ടായിട്ടോ. അപ്പൊ മിന്നു മാറി കഴിഞ്ഞ് 4 പേര് വെച്ചുള്ള കളിയാട്ടോ. ആമി ഔട്ടായി. ഇനി ആമി മാറിക്കേ, ഞങ്ങൾ 3 പേരും കളിക്കട്ടെ. മീനാക്ഷി ഔട്ട്. ഇതെന്താ ഇന്ന് ഇത്രയും ചെയറൊക്കെ വേക്കൻ്റ് ആയി കിടക്കുന്നേ? ആരൊക്കെ ഇന്ന് ആബ്സെന്റ് ആയിട്ടുള്ളത്? അത് മിസ്സിന് അറിയാം. അതല്ലാണ്ട് വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എവിടെ പോയി? കഴിഞ്ഞ പീരീഡ് പീറ്റി ആയിരുന്നു. അവര് 2 പേരും ഗ്രൗണ്ടിലുണ്ട്. അവര് ബെല്ലടിച്ചതൊന്നും കേട്ടില്ലെന്നാ തോന്നുന്നേ. അവരിപ്പോ തന്നെ വരും. നിങ്ങൾക്ക് അവരെ ഒന്ന് ഇൻഫോം ചെയ്യാൻ പാടില്ലായിരുന്നോ ബെല്ലടിച്ചു എന്ന്? പീറ്റിയുടെ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിന്റെ പീരീഡ് ഉള്ളതല്ലേ. നെക്സ്റ്റ് ഡേ മുതൽ നേരത്തെ വന്നോട്ടോ. യെസ് കമ്മിങ്. എവിടെയായിരുന്നു 2 പേരും ഇത്ര നേരം? എല്ലാവരും ക്ലാസ്സിൽ വന്നിട്ട് എത്ര നേരമായി? സോറി മിസ്, ഞങ്ങൾ അവിടെ കളിക്കുന്നതിന്റെ ഇടയിൽ ബെൽ അടിച്ചത് കേട്ടില്ല. മിസ്, ഐ ആം നെവർ റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. സോറി. ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ഗോ ടു യുവർ സീറ്റ്. നല്ല കളിയായിരുന്നു, അതുകൊണ്ട് ബെൽ അടിച്ചതൊന്നും കേട്ടില്ല. നീ എന്താ പോന്നപ്പോൾ ഞങ്ങളെ വിളിക്കാനേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ വിളിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ബെൽ അടിച്ചതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്നാ, അതാ വിളിക്കാനേ. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഈ പീരീഡ് മലയാളമാണ്. നമുക്കപ്പോൾ മലയാളം പഠിക്കാം. മധുരം മലയാളം. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. മലയാളത്തിലെ അക്ഷരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ. മലയാളത്തിൽ സ്വരാക്ഷരങ്ങളുമുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്വരാക്ഷരങ്ങളാണ്. 15 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമായ ആയാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റിൽ നോക്കിക്കേ. ആ, അപ്പം, അരണ. മിസ് ബോർഡിൽ എഴുതാട്ടോ. നോക്കിക്കോ, ആയാണ് മിസ് എഴുതുന്നത്. കണ്ടോ? പിന്നെ ഒരു കർവ് എടുത്തിട്ട് ഉള്ളിലോട്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ അക്ഷരം ആ. എല്ലാവരും കണ്ടല്ലോ ആ എങ്ങനെ എഴുതുന്നേന്ന്. നമുക്കിനി ആ ചേർത്തുള്ള വേർഡ്സ് പറഞ്ഞാലോ. ആ അമ്മ, ആ അച്ഛൻ, പിന്നെ ഏതാ? ആ വെരി ഗുഡ്. ഇനിയും ഉണ്ട് കേട്ടോ. അണ്ണാൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ, കുറെ ഉണ്ട് അങ്ങനെ. നാളെ കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. ആ. ടെക്സ്റ്റിൽ നോക്കിക്കേ. ആമ, ആട്. ഇത്രയും കൂടി ദീർഘിച്ചു പറയണം. ആ. എല്ലാരും കണ്ടോ ടെക്സ്റ്റില് ഏതൊക്കെയാണ്? ആമ, ആട്. ആ ചേർത്ത് ഇനിയുണ്ട് വേറെ വേർഡ്സുകളൊക്കെ ഒന്ന് പറഞ്ഞേ. ആന, ആമ, ആട്, ആകാശം. പിന്നെ ഏതൊക്കെയുള്ളേ എന്ന് പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും? ഇനി നമുക്ക് ആ എങ്ങനെ എഴുതുന്നേന്ന് നോക്കാട്ടോ. ബോർഡിലോട്ട് നോക്കിക്കേ. നമ്മള് ആ എഴുതിയില്ലേ, അതേപോലെ തന്നെ കർവൊക്കെ കൊടുത്ത് വളച്ചെടുക്കണം. എന്നിട്ട് ഇവിടെ എത്തുമ്പോ ഒന്നും കൂടി ഒരു കർവ് താഴേക്കുണ്ട്. ഇതാണ് ആ. എല്ലാവരും നോട്ട്ബുക്കിലോട്ട് മിസ് കാണിച്ചതുപോലെ എഴുതി വെക്കണം കേട്ടോ. മിസ് ഇപ്പൊ തന്നെ നോട്ട്ബുക്ക് നോക്കും കേട്ടോ. ഇതിനു ശേഷം നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. ആ പഠിച്ചു. ആ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റിലോട്ട് നോക്കിക്കേ. ടെക്സ്റ്റില് ഈ കണ്ടോ നിങ്ങള്? എന്തൊക്കെയാ അവിടെ കൊടുത്തിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ നിങ്ങൾ എന്തൊക്കെയത്? ഇലയല്ല, ഇല, ഇഞ്ചി. നമുക്കിനി ഈ എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം. നോക്കിക്കേ. ഈ കണ്ടോ? ഏതൊന്നും കണ്ടോ? ടീച്ചർ എഴുതുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഈ. ഇതാണ് ഈ. നമ്മൾക്ക് ഇനി ഈ ചേർത്തുള്ള വേർഡ്സ് പറഞ്ഞാലോ. ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്? ഇല, ഇഞ്ചി. വേറെ ഏതൊക്കെയാ? ഇമ, ഇതൾ,
ഇഷ്ടം. ഇതൊക്കെ ഈ ചേർത്ത് പറയുന്നതാണ്. ഇതിന്റെ ആദ്യ അക്ഷരം ഏതാണ്? ഈ. മിസ്സേ എനിക്ക് വേറൊരു വേർഡ് അറിയാം. ഇണക്കം. ആ ശരിയാണല്ലോ, ഇണക്കം. ഇല്ലേ, നമ്മൾ പറയാറുള്ളല്ലേ ഇണക്കവും പിണക്കവും. അപ്പൊ ഇണക്കം. പിന്നെയുണ്ട് ഇടിവെട്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. നെക്സ്റ്റ് ലെറ്റർ ആണ് ഈ. ഇത്രയും കൂടി ദീർഘിപ്പിക്കണം. ഈ ഈ നോക്കിയാലോ നമുക്ക്. ഈ എഴുതിയിട്ട് അതിന്റെ കൂടെ ഒരു ചിഹ്നം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഈ എന്നായി. അങ്ങനെ ടീച്ചർ എഴുതുന്നത് നിങ്ങൾ നോക്കിക്കോട്ടോ. ആദ്യം നമ്മള് ഈ എഴുതണം. ഇലയുടെയൊക്കെ ഈ എഴുതിയിട്ട് അതിന്റെ കൂടെ ഒരു ചിഹ്നം കൂടി എഴുതണം. അപ്പൊ എന്തായി? ഈ. ഓക്കെ, ഇന്ന് നമ്മള് ഈ വരെയാണ് പഠിക്കുന്നുള്ളൂ. ആദ്യത്തെ 4 സ്വരാക്ഷരങ്ങള്. ഇനി ആരെങ്കിലും ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞേ ഈ ചേർത്തുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന്. നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞ ടെക്സ്റ്റിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? മിസ്സേ ഞാൻ പറയാം. ഈച്ച, ഈന്തപ്പഴം. വെരി ഗുഡ്, സിഡോൺ. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും നമുക്ക് ബോർഡിൽ ഒന്ന് എഴുതി നോക്കാട്ടോ. ആദ്യത്തെ അക്ഷരം ആ. ഇനി ആയിക്ക് ഇത്തിരിയും കൂടി ദീർഘിച്ചിട്ടുള്ളത് രണ്ടാമത്തെ അക്ഷരം ആ. ഇലയുടെയൊക്കെ ഈ. നെക്സ്റ്റ് ലാസ്റ്റത്തെ ഈ. ചിഹ്നം മറക്കരുത്. ഈ. ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ആ മുതൽ ഈ വരെ. നമുക്കിനി ഒന്ന് വായിച്ചാലോ ഇതൊക്കെ? ആ ആ. അടുത്തത് ഈ ഈ. വൺസ് അഗൈൻ. ഇതേതാണ്? ആ ആ ഈ ഈ. പഠിച്ചില്ലേ എല്ലാവരും? ഓക്കെ ആണല്ലോ അല്ലേ? നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ വരുമ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ.